السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനമായ ഉസൂലുൽ ഈമാൻ അഥവാ ഈമാനിന്റെ 6 അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 4 കാര്യങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കി. 5-ാമത്തേത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്നതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ ദർസിലൂടെ. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള ഈമാൻ എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മരണാനന്തരം സംഭവിക്കാനിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചത് അൽ ഈമാനു ബിൽ ബഅസ്, പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം എന്നതായിരുന്നു. നമ്മൾ ഈ ശരീരവും ഈ ആത്മാവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് നിൽക്കും. അഥവാ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരണാനന്തരം മരിച്ച് അങ്ങനെ അവസാനിക്കുന്നതല്ല നമ്മുടെ ഈ ജീവിതം, മറിച്ച് മരണശേഷമാണ് യഥാർത്ഥ ജീവിതം നമുക്ക് ലഭിക്കുന്നത്. അതാണ് എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതം. ഇഹലോകം, ദുനിയാവ് എന്നത് ഐഹികമാണ്, ഇത് തീരാനുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥിരത നൽകിയിട്ടില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്, നമ്മളെല്ലാവരും മരിക്കും, ഖിയാമത്ത് സംഭവിക്കും. യൗമുൽ ആഖിർ, അന്ത്യനാൾ അഥവാ ആ ദിനത്തിന് ശേഷം പിന്നെ ഒരു ദിനമില്ല. ആ ദിനം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത് ഹഖാണ്, സത്യമാണ്, പരമയാഥാർത്ഥ്യമാണ്. കാരണം അല്ലാഹു പറഞ്ഞു, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു നമ്മെ പടിപടിയായി സൃഷ്ടിച്ചു. അങ്ങനെ നാം വളർന്ന് വലുതായി വാർദ്ധക്യത്തിലെത്തി. എന്നിട്ട് പിന്നെ അല്ലാഹു നമ്മെ മരിപ്പിക്കുകയാണ്. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. അതിനുശേഷം ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. അഥവാ അല്ലാഹു പറയുകയാണ്, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അല്ലാഹു ചോദിച്ചതുപോലെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ. മനുഷ്യ, വെറുതെ ഒരു കാര്യവുമില്ലാതെ വ്യർത്ഥമായിക്കൊണ്ട്, അബസായിക്കൊണ്ട്, അബസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ വെറുതെ, അങ്ങനെ നാം നിങ്ങളെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? അല്ലാഹു കുഫാറുകൾക്ക്, മതനിഷേധികൾക്ക്, മുശ്രിക്കുകളായ ആളുകൾക്ക് മറുപടി പറയുന്നു, സഅമൽ ലദീന കഫറു അല്ല യുബ്അസു. കാഫിറുകൾ, നിഷേധികൾ
അവർ ജൽപ്പിച്ചു അല്ല യുബഅസു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ഇല്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഖുൽ പറയുക ബലാ വറബ്ബി അതെ എൻ്റെ റബ്ബ് തന്നെ സത്യം, ലതുബഅസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും ശേഷം നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചു, എന്താണ് നിങ്ങളുടെ കർമ്മങ്ങൾ എന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി അല്ലാഹു ഓരോന്നും പറഞ്ഞു തരും, കാണിച്ചു തരും. വദാലിക അലല്ലാഹി യസീർ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ധാരാളം ആയത്തുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അഥവാ ആദ്യം പറഞ്ഞ അൽ ബഅസ് ഉയർത്തെഴുന്നേൽപ്പ് എന്നത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാഇ ഹിസാബിലും ജസായിലുമുള്ള വിശ്വാസം. എന്താണ് ഹിസാബ് ജസാ എന്ന് പറഞ്ഞാൽ? വിചാരണയിലും പ്രതിഫലത്തിലും വിശ്വസിക്കൽ. അഥവാ സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാവരും ഓടി ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും, അർദുൽ മഹ്ശറിൽ. ആ അർദുൽ മഹ്ശറിൽ അള്ളാഹു വരും, അണിയണിയായി മലക്കുകളും വരും. എന്നിട്ട് പിന്നെ അടുത്ത കാര്യമെന്നത് അൽ ഹിസാബ് വൽ ജസാ, ഹിസാബും ജസാഉമാണ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ, അൽ ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാശിയയിൽ പറഞ്ഞു, ഇന്ന ഇലൈനാ ഇയാബഹും തീർച്ചയായും നമ്മിലേക്കാണ് അവരുടെ മടക്കം. അഥവാ നാം എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്നിട്ട് മടങ്ങിപ്പോയിട്ട് പിന്നെന്താണ് അല്ലാഹു പറയുകയാണ്, ശേഷം അവരുടെ വിചാരണയും നമ്മുടെ ബാധ്യതയാണ്. അഥവാ നാം മടങ്ങിച്ചെന്നാൽ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ, അർദുൽ മഹ്ശറിൽ വന്ന് നിന്നാൽ സഹോദരങ്ങളെ, പിന്നെ നമ്മുടെ വിചാരണ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ആ വിചാരണ നാളിൽ ആരാണോ ഒരു നന്മയുമായി വരുന്നത്, ഫലഹു അശ്റു അംസാലിഹാ, അവന് ഒന്നിന് 10 പ്രതിഫലം. വമൻ ജാഅ ബിസ്സയ്യിഅ, ആരാണോ ഒരു തിന്മയുമായി വരുന്നത്, ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹാ, ആ ഒന്നിന് തത്തുല്യമായ ഒന്ന് അല്ലാതെ അവന് രേഖപ്പെടുത്തപ്പെടുകയില്ല. വഹും ലാ യുദ്ലമൂൻ, അവിടെ ഒരാളും അതിക്രമത്തിന് വിധേയരാവുകയില്ല. സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ദുനിയാവിൽ നമ്മൾ ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് 10 അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. എന്നാൽ നോക്കൂ, ഒരു തിന്മക്ക് അല്ലാഹു ഒരൊറ്റ തിന്മ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഒരാളോടും അല്ലാഹു അനീതി കാണിക്കുകയുമില്ല. ചില മുൻഗാമികൾ പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. അല്ലാഹു ഒന്നിന് 10 നൽകിയിട്ടും അല്ലാഹു ഒന്നിന് 10 നന്മക്ക് പ്രതിഫലം നൽകുന്നത്. ആ 10നെ അതിജയിക്കുന്ന രൂപത്തിലായിരിക്കും പാപികളായ ആളുകളുടെ ഒരു തിന്മ. ഒറ്റ ചെയ്തിട്ടാണ്, ഒറ്റയുടെ ശിക്ഷയാണ് ഈ 10നെ അതിജയിച്ചുകൊണ്ട് അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തിന്മയുടെ ആളുകൾക്ക്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് നാശം എന്ന് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മുടെ 10 നന്മകളെ നമ്മുടെ ഒരു തിന്മ അതിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒന്നിന് 10 പ്രതിഫലം എന്ന നിലക്കാണ് നന്മക്ക് നൽകുക.
ആ വിചാരണയുടെ സന്ദർഭം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ഈ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത് സുമ്മ ബയ്യന ദാലിക്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ഏതാണ് തിന്മകൾ ഏതാണ് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. സുമ്മ ബയ്യന ദാലിക, എന്നിട്ടത് സൃഷ്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു, വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ആരാണോ ഒരു നന്മ മനസ്സിൽ കരുതുന്നത്, ഒരു നന്മ മനസ്സിൽ കരുതി അത് ചെയ്തിട്ടില്ല, അല്ലാഹു തആല പരിപൂർണമായ ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാതിൻ ഇലാ 700 ളിഅഫിൻ ഇലാ അദ്ആഫിൻ കസീറ. ഇനി ഒരാൾ ഒരു നന്മ ചിന്തിച്ചു, ഒരു നന്മ ചെയ്യണം എന്ന് മനസ്സിൽ കരുതി, എന്നിട്ട് അയാൾ അത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു ആ ഒന്നിന് 10 പ്രതിഫലം രേഖപ്പെടുത്തും. 10ൽ അവസാനിക്കുന്നില്ല, ആ 10 700 ഇരട്ടി വരെയും, അതല്ല കണക്കില്ലാതെ ഇരട്ടിയായും അല്ലാഹു രേഖപ്പെടുത്തും. സഹോദരങ്ങളെ, നന്മകളുടെ അവസ്ഥയാണിത്. നാളെ പരലോകത്ത് നമ്മെ വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ നന്മ അതിന് ഭാരം തൂങ്ങാനുള്ള പോംവഴിയാണിത്. നന്മകൾ ചെയ്യാൻ നാം മനസ്സിൽ കരുതുക. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല അദ്ദേഹം മകനായ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദിനോട് പറഞ്ഞത്, മോനെ ഇൻ വിൽ ഖൈർ, നീ നന്മ നിയത്താക്കുക, നിന്റെ മനസ്സിൽ നന്മ ചെയ്യണമെന്ന് നീ കരുതുക. കാരണം ആ കരുതൽ തന്നെ നിനക്കൊരു നന്മയാണ്. നോക്കൂ സഹോദരങ്ങളെ, നന്മ കരുതിയാൽ തന്നെ ഒരു നന്മയാണ്. അത് ചെയ്താൽ 10 മുതൽ 700 മുതൽ കണക്കില്ലാതെ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. ഇനി നോക്കൂ, വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ കരുതി, ഫലം യഅമൽഹാ, പക്ഷേ ആ തിന്മ അയാൾ ചെയ്തിട്ടില്ല, കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ കരുതി, പക്ഷേ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി നിന്നു, ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹ അല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ. ഇനി ഒരാൾ ഒരു തിന്മ കരുതി എന്നിട്ട് അയാൾ അത് ചെയ്യുകയും ചെയ്തു, അല്ലാഹു തആല ഒരു തിന്മയാണ് അയാൾക്ക് രേഖപ്പെടുത്തുക. സഹോദരങ്ങളെ, ഈ ഹദീസിൽ വലിയ ഗുണപാഠങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. അഥവാ നന്മയുടെ ആളുകളായി തീരുക, നന്മ കരുതുക, നന്മ പ്രവർത്തിക്കുക എന്നതാണ് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. കാരണം നാളെ പരലോകത്ത് അല്ലാഹു തആല നമ്മെ വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ ഏടുകൾ നമ്മുടെ കൈകളിൽ തരും. അഥവാ ദുനിയാവിൽ അല്ലാഹു 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. മനുഷ്യൻ വല്ലതും സംസാരിച്ചാൽ പ്രവർത്തിച്ചാൽ ഏറ്റുവാങ്ങുന്ന ആളുകൾ അഥവാ വലതുഭാഗത്തും ഇടതുഭാഗത്തും അല്ലാഹു നിശ്ചയിച്ച മലക്കുകൾ അത് ഏറ്റെടുക്കുന്ന സന്ദർഭം, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, തയ്യാറായി നിൽക്കുന്ന 2 മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ മനുഷ്യൻ ഒരു ലഫ്ളും ഒരു വാക്കും ഒരക്ഷരവും ഉച്ചരിക്കുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ നാളെ പരലോകത്ത് നമ്മൾ കാണും. അതാണ് സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് വെള്ളിയാഴ്ച പാരായണം ചെയ്ത സൂറത്തിൽ നമ്മളെല്ലാവരും പാരായണം ചെയ്തു പോയി. എന്താണ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പരലോകത്ത് വെച്ച് കുറ്റവാളി അവന്റെ കിതാബ്, അവന്റെ ഏട് കാണുകയാണ്. അത് കാണുമ്പോൾ അവൻ
പറയുന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതോ വലുതോ ആയ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഇല്ലാ അഹ്സാഹ, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇതെന്തൊരു കിതാബാണ് എന്നവിടെ വെച്ച് വിലപിക്കും. അങ്ങനെ ഒരു കിതാബ്, അങ്ങനെ ഏട് സഹോദരങ്ങളെ നമുക്ക് പരലോകത്ത് അല്ലാഹു തആല നൽകും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എല്ലാ ഓരോ മനുഷ്യരുടെയും ശകുനം അഥവാ അവൻ ചെയ്ത പ്രവർത്തനം അവന്റെ പിരടിയിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിലാണ്. അത് ഖിയാമത്ത് നാളിൽ ഒരു കിതാബായി, നിവർത്തിവെക്കപ്പെട്ട കിതാബായി അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു പറയും ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ തന്നെ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായതാണ്. അഥവാ സഹോദരങ്ങളെ, നമ്മെക്കൊണ്ട് ഓരോരുത്തരെയും കൊണ്ട് അല്ലാഹു തആല ഇത് വായിപ്പിക്കുമെന്നാണ്. അഥവാ ഓരോരുത്തരുടെയും കൈകളിൽ അല്ലാഹു ഏടുകൾ നൽകും. അതും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം ഹിസാബുമായി ബന്ധപ്പെട്ട് നാം വിശ്വസിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ ഏടുകൾ, ആ ഏടുകൾ നൽകപ്പെടും. ഒന്നല്ലെങ്കിൽ വലതു കൈയിൽ നൽകപ്പെടും, അതല്ലെങ്കിൽ ഇടതു കൈയിൽ, അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി. അല്ലാഹു പറഞ്ഞു ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കാണോ അന്നേ ദിവസം വലതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവൻ ലഘുവായ വിചാരണയാണ് ചെയ്യപ്പെടുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അതിനുശേഷം സന്തോഷത്തോടെ അവന്റെ കുടുംബത്തിലേക്ക് അവൻ മടങ്ങും, അഥവാ സ്വർഗത്തിലേക്ക്. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരെ തിരിച്ചാണെങ്കിൽ അള്ളാഹു പറയുകയാണ് വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, വേറെ ഒരു ആയത്തിൽ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി എന്ന് കാണാം, അഥവാ ഇടതു കൈയിൽ. ഈ ആയത്തിൽ സൂറത്തുൽ ഇൻഷിഖാഖിലെ ആയത്തിൽ വറാഅ ളഹ്രിഹി, തഫ്സീറുകളിൽ കാണാം എന്താണ് പിൻഭാഗത്തുകൂടി ഇടതു കൈയിൽ നൽകപ്പെടുമെന്ന് പറഞ്ഞത്. അഥവാ നമ്മൾ കുറ്റവാളികളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ടുണ്ടാകും. അഥവാ കൈകൾ പിന്നിലേക്ക് വെച്ച് വിലങ്ങ് വെച്ചുകൊണ്ട് കുറ്റവാളികളെ ജയിലിലേക്ക്, അതല്ലെങ്കിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന രംഗം, ആ രൂപം, അതാണ് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അപമാനകരമായ രൂപത്തിലാണ് സഹോദരങ്ങളെ ഇടതു കൈയിൽ, അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി കിതാബ് നൽകുന്ന ആളുകൾക്ക് തങ്ങളുടെ കിതാബ് കിട്ടുക. ഫസൗഫ യദ്ഉ സുബൂറ, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അട്ടഹസിക്കും, അവർ നിലവിളിക്കും, അവർ ആകെ പരിഭ്രാന്തിയിലായി പോകും. വയസ്ലാ സഈറ, കത്തിയേരിയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. മറ്റു ചില ആയത്തുകളിൽ, വേറെ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഈ ഇടതു കൈയിൽ കിട്ടിയ ആളുകൾ പറയും യാ ലൈതനി, എന്റെ നാശം, എനിക്ക് നാശമേ എന്ന് പറഞ്ഞവർ വിലപിക്കുകയാണ് ചെയ്യുക. സഹോദരങ്ങളെ, ഇത് നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇതുപോലെ നിന്ന് വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് നാം ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കേണ്ടവരാണ്. ആ വിശ്വാസം നമ്മിൽ ഉണ്ടാക്കേണ്ട മാറ്റം പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും വാക്കുകളും പ്രവൃത്തികളും നന്നാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം മൻ ഹൂസിബ ഉദ്ദിബ്, മൻ ഹൂസിബ ഉദ്ദിബ്, ആരാണോ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ശിക്ഷിക്കപ്പെടും. ആരാണോ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ശിക്ഷിക്കപ്പെടും.
ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, അല്ലാഹു ഇപ്രകാരം പറഞ്ഞിട്ടില്ലേ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ? നമ്മൾ നേരത്തെ കേട്ട ആയത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ച്, നല്ല ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവർ ലഘുവായ വിചാരണയാണ് ചെയ്യപ്പെടുക, ലഘുവായ വിചാരണക്ക് വിധേയരാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിചാരണ ചെയ്യപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടും. അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു, ഇന്നമാ ദാലികൽ അർളു, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ കർമ്മങ്ങൾ നന്നായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിതാബ് വായിക്കൽ, അവരുടെ കിതാബ് ഏടുകൾ അവരുടെ കയ്യിൽ നൽകൽ, അവരുടെ വിചാരണ എന്ന് പറഞ്ഞാൽ ഇന്നമാ ദാലികൽ അർള്, അതൊരു പ്രദർശനം മാത്രമാണ്, കേവലം ഒരു നൽകൽ മാത്രമാണ്. വലാകിൻ മൻ നൂഖിസൽ ഹിസാബ യഹ്ലിക്, അല്ലാഹു തആല ആരെയാണോ ഓരോന്നും വ്യവച്ഛേദിച്ചുകൊണ്ട് വിചാരണ ചെയ്തത് അവൻ നശിച്ചത് തന്നെ. അഥവാ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഥവാ കർമ്മങ്ങൾ നന്നാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏടുകൾ നൽകപ്പെടുന്ന സന്ദർഭം അല്ലാഹു എളുപ്പമാക്കി നൽകുമെന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ വിചാരണ അല്ലാഹു ലഘൂകരിക്കുമെന്നാണ്. അഥവാ കേവലം ഒന്ന് കാണിച്ചു കൊടുക്കൽ മാത്രം. അല്ലാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ഇത് കേൾക്കുമ്പോൾ അതിന്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ ആ ഏടുകൾ സഹോദരങ്ങളെ, അത് മീസാനിൽ തൂക്കപ്പെടും. അതും യൗമുൽ ആഖിറിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഹിസാബും ജസാഉം പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാവേണ്ട കാര്യമാണത്. പ്രവർത്തിച്ച ആളെയും പ്രവർത്തിക്കപ്പെട്ട കർമ്മങ്ങളും അഥവാ ഈ ഏടുകളും അല്ലാഹു നിശ്ചയിച്ച തുലാസിൽ ഭാരം തൂക്കും. അല്ലാഹു പറഞ്ഞു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസ് സ്ഥാപിക്കപ്പെടും. തുലാസ് എന്നാൽ നമുക്കറിയാം, രണ്ട് തട്ടുകളുള്ള തുലാസ് നമ്മൾ കാണാറുണ്ട് സാധാരണ. ആ തുലാസ് നീതിയുടെ തുലാസാണ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള ആ മീസാൻ. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, അല്ലാഹു പറഞ്ഞു, ഒരാളും ഒരു നഫ്സും അന്ന് അനീതിക്ക് വിധേയമാക്കപ്പെടുകയില്ല. വഇൻ കാനത് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ, ഒരു കടുകുമണിയോളം അതല്ലെങ്കിൽ ഒരു ഉറുമ്പിന്റെ കാലടിയോളം വരുന്ന കർമ്മങ്ങളുണ്ടോ അല്ലാഹു അവിടെ കൊണ്ടുവരും. ഒരാളുടെയും കർമ്മങ്ങൾ അല്ലാഹു പാഴാക്കി കളയുകയില്ല. എത്ര ചെറുതാണെങ്കിലും എത്ര നിസാരമാണെങ്കിലും അല്ലാഹു അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ അതിനെ ഭാരം തൂക്കും. അതാണ് അല്ലാഹു സൂറത്തു സൽസലയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു ഉറുമ്പിന്റെ കാലടിയോളം, മിസ്ഖാലു ദർറ എന്ന് പറഞ്ഞാൽ സാധാരണ കടുകുമണി എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. ആ കടുകുമണി എന്നത് സഹോദരങ്ങളെ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മിസ്ഖാലു ദർറ എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ കാലടി എന്നാണ് അർത്ഥം. അഥവാ അതിന്റെ നിസാരത അറിയിക്കാനാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. അത്രയും ചെറുതാണെങ്കിലും, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖയായി നന്മയായി പഠിപ്പിച്ച ഒരു പുഞ്ചിരി തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ള ആ ഒരു നന്മ വരെ നമ്മൾ പലപ്പോഴും നിസാരമാക്കാറുള്ള, അതല്ലെങ്കിൽ ഒരു ഇബാദത്തായിട്ട് നാം ചെയ്യേണ്ട കാര്യമാണത്, ഒരു ഇബാദത്താണത്. ആ ഒരു പുഞ്ചിരി പോലും അല്ലാഹു പാഴാക്കി കളയുകയില്ല. അതേപോലെ തന്നെയാണ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു ഉറുമ്പിന്റെ കാലടിയോളം വരുന്ന പാപമാണെങ്കിലും തെറ്റാണെങ്കിലും തിന്മയാണെങ്കിലും അല്ലാഹുവിനോടുള്ള ധിക്കാരമാണെങ്കിലും അതും അവിടെ കൊണ്ടുവരും. സഹോദരങ്ങളെ, അവിടെ കൊണ്ടുവരും, നമ്മെ വിചാരണ ചെയ്യും, അത് മീസാനിൽ ഭാരം തൂക്കും. അതുപോലെ തന്നെ ആ ഹിസാബിന്റെ വേളയിൽ ഖിയാമത്ത് നാളിൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന അൽ ഹൗൽ. അവിടുത്തെ ഹൗൽ, അൽ ഹൗദുൽ മൗറൂദ്
എന്നാണ് അതിന് പറയാറുള്ളത്. അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് ദാഹിക്കുകയില്ല. സ്വർഗത്തിൽ പിന്നീട് അള്ളാഹു നൽകുന്ന പാനീയങ്ങളും അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കുടിക്കുന്നതും അതുപോലെ ഭക്ഷിക്കുന്നതും പണ്ഡിതന്മാർ പറഞ്ഞു ദാഹം കൊണ്ടല്ല, മറിച്ച് ഹൗദിൽ നിന്ന് കുടിച്ച ഒരാൾ പിന്നീട് കുടിക്കുന്നതെല്ലാം ആസ്വാദനത്തിനു വേണ്ടി മാത്രമാണ്. ഒരിക്കലും ദാഹം വിശപ്പ് ശമിക്കാൻ വേണ്ടിയിട്ടല്ല. ഹൗദിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹമില്ല. പിന്നീട് സ്വർഗത്തിൽ വെച്ച് കുടിക്കുന്നതെല്ലാം സഹോദരങ്ങളെ അത് ആസ്വാദനത്തിനു വേണ്ടിയാണ്. ആ ഹൗദിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗദി മസീറത്തു ഷഹ്റിൻ, ഒരു മാസം വഴിദൂരമുണ്ട് ആ ഹൗദിന്. ഒരു മാസം ഒരാൾക്ക് സഞ്ചരിക്കാൻ മാത്രമുള്ള വലിപ്പം അതിന്റെ നീളത്തിലും വീതിയിലും ഉണ്ട്. അതിലെ പാനീയം എന്നത് പാലിനേക്കാൾ വെളുവെളുത്ത തൂവെള്ള നിറത്തിലുള്ളതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ ഗന്ധം അതിന്റെ മണം എന്നുള്ളത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കനുജൂമി സമായി, അതിലെ പാനപാത്രങ്ങൾ നക്ഷത്രങ്ങളോളം ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമാണ്, അത്രയും അതിനു മാത്രമുണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മഉ ബഅദഹു അബദ, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് ദാഹിക്കുകയില്ല. അല്ലാഹു തആല നമുക്കത് നൽകുമാറാവട്ടെ. അവിടെ സഹോദരങ്ങളെ, ഈ ഹൗദിൽ നിന്ന് തടയപ്പെടുന്ന ചില ആളുകളുണ്ട്. ബിദ്അത്തിന്റെ ആളുകൾ, ദീനിലില്ലാത്തത് പുതുതായി കടത്തിക്കൂട്ടിയ, അങ്ങനെ ദീനായി ആചരിച്ച ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കാണുകയും അവരെ സുഹ്ഖൻ സുഹ്ഖ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റുകയും ചെയ്യും എന്നത് ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടിട്ടുള്ള സിറാത്ത് എന്ന പാലം. സിറാത്ത് എന്നത് നാം വിശ്വസിക്കേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കേണ്ട ഒരു കാര്യമാണ്. അതും യൗമുൽ ആഖിറിൽ ഈ പറഞ്ഞ അർദുൽ മഹ്ശറുമായി, ആ വിചാരണയുടെ ഘട്ടവുമായി ബന്ധപ്പെട്ട സമയത്താണ്, അതല്ലെങ്കിൽ ആ ഒരു വേളയിലാണ് അതും മനുഷ്യർ സൃഷ്ടികൾ കാണുക. എന്താണ് ആ സിറാത്തിന്റെ അവസ്ഥ? ആ സിറാത്ത് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടുത്തെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ കാണാം, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ആ സിറാത്ത്. അതുപോലെ തന്നെ തലമുടിയേക്കാൾ നേർത്തതായിരിക്കും. മാത്രമല്ല ആ സിറാത്ത് ഇരുട്ട് നിറഞ്ഞതായിരിക്കും. അതുപോലെ ചില റിവായത്തിൽ കാണാം വഴുവഴുപ്പുണ്ടാകും, അഥവാ നടക്കാൻ സാധിക്കുകയില്ല. ഇതാണ് സിറാത്ത് എന്ന പാലത്തിന്റെ രൂപം, അവസ്ഥ. സാധാരണ നമ്മൾ പാലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാലമാണ് നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പരിചയമുള്ള പാലമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. രണ്ട് കൈവരികളുള്ള, കുറെ ആളുകൾക്ക് ഇങ്ങനെ നിൽക്കാനും നടക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു പാലം എന്നായിരിക്കും പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുക. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അങ്ങനെയല്ല. ആ പാലം എന്നത് വാളിനേക്കാൾ മൂർച്ച കൂടിയതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതുപോലെ തലമുടിയേക്കാൾ നേർത്തതാണ് എന്ന് പറഞ്ഞാൽ തലമുടി ഒന്ന് ചൊട്ടിയാൽ പൊട്ടുന്നതാണ്. അതുപോലെ വഴുവഴുപ്പുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞതായിരിക്കും. അതിലെല്ലാവർക്കും അങ്ങനെ കടന്നു പോവാൻ സാധിക്കുകയില്ല, വെളിച്ചമുണ്ടാവുകയില്ല, കൂരാകൂരിട്ടായിരിക്കും എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. എന്താണ് ആ സിറാത്തിന്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിന്റെ കുറുകെ ആണ് അത് നാട്ടപ്പെട്ടിട്ടുള്ളത്. അഥവാ ആ സിറാത്തിന്റെ താഴെ നരകമാണ്. മാത്രമല്ല ഹദീസുകളിൽ കാണാം, ആ സിറാത്തിന്റെ ഇരുവശങ്ങളിലും പിടിച്ചു വലിക്കുന്ന കൊളുത്തുകൾ, മുള്ളുകൾ ഉണ്ടാകും. അതിലൂടെ കടന്നുപോയി
വേണം സ്വർഗത്തിലെത്താൻ. അഥവാ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം അതാണ് സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം. ഹിസാബ് കഴിഞ്ഞാൽ അഥവാ വിചാരണ കഴിഞ്ഞാൽ, കണക്ക് നോട്ടം, കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെയുള്ള നടത്തമാണ്. ഒന്നല്ലെങ്കിൽ പ്രതിഫലമായി താഴേക്ക് നരകത്തിലേക്ക് പതിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതല്ലെങ്കിൽ അതിലൂടെ കടന്ന് സ്വർഗമെന്ന പ്രതിഫലം നേടിയെടുക്കുക. ഇതാണ് അവസാനം. ആ സിറാത്ത്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് കടന്നു പോവുക. മാത്രമല്ല ഹദീസുകളിൽ കാണാം, അതിലൂടെ കടന്നു പോവുക വിശ്വാസികൾ മുഅ്മിനീങ്ങളും മുനാഫിഖുകളുമായിരിക്കും. മുശ്രിക്കുകൾ, കാഫിറുകൾ നേരത്തെ നരകത്തിലേക്ക് അവരും അവരുടെ ആരാധ്യ വസ്തുക്കളും പതിച്ചു കഴിഞ്ഞു. അവരും അവരുടെ ആരാധ്യ വസ്തുക്കളും നേരത്തെ നരകത്തിലേക്ക് പതിച്ചു കഴിഞ്ഞു. ഈ സിറാത്തിലൂടെ കടന്നു പോവുക മുഅ്മിനീങ്ങളും മുനാഫിഖുകളുമായിരിക്കും. അഥവാ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ ദുനിയാവിൽ മുഅ്മിനീങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. വിശ്വാസമില്ലാതെ പുറമേക്ക് ഇസ്ലാം അഭിനയിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കൂടെ കൂടി ഇസ്ലാമിനോട് പകവെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ നിയമങ്ങളോട് വെറുപ്പ് കാണിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയവരായിരിക്കും. അല്ലാഹു തആല അവരെ അവസാനം വരെ മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുവരും. അവസാനം സിറാത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് താഴേക്ക് പതിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ചില ആളുകൾ മിന്നൽ വേഗതയിൽ കടന്നു പോകും. മിന്നൽ വേഗതയിൽ അഥവാ അതിലൂടെ അത്രയും വേഗത്തിലാണ് പോവുക. ചില ആളുകൾ കാറ്റിന്റെ വേഗതയിൽ പോകും. ചില ആളുകൾ ഓടുന്ന കുതിരയുടെ വേഗതയിൽ, ചില ആളുകൾ സാധാരണ മനുഷ്യർ ഓടുന്ന രൂപത്തിൽ, ചില ആളുകൾ നടന്നുകൊണ്ടുപോകും, ചില ആളുകൾ എഴഞ്ഞുകൊണ്ടുപോകും. അഥവാ ആ എഴഞ്ഞുകൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ച് ഹദീസിൽ കാണാം, ഈ പോകുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തആല പ്രകാശം നൽകും. വിശ്വാസികളായ മുഅ്മിനീകളായ ആളുകൾക്ക് അല്ലാഹു പ്രകാശം നൽകും. തങ്ങളുടെ പ്രവർത്തനങ്ങളാകുന്ന പ്രകാശങ്ങൾ, അല്ലാഹു നൽകുന്ന പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിലൂടെ അതിജയിച്ചു പോവുക. എന്നാൽ ഇഴഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഥവാ വേഗത കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുവശത്തുമുള്ള കൊളുത്തുകൾ പിടിച്ചു വലിക്കും. അതുപോലെ തന്നെ അവരുടെ കാലിന്റെ വിരലുകളിൽ ഒരൽപ്പം പ്രകാശം വെളിച്ചുണ്ടാകും. അത് ഇടക്ക് കത്തും, ഇടക്ക് ഓഫാകും, ഇടക്ക് ഇല്ലാതാകും. ആ കത്തുന്ന സമയത്ത് അവർ നടന്നു നീങ്ങും. അപ്പോഴാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള രണ്ട് ഭാഗത്ത് നിന്ന് പിടിച്ചു വലിക്കുന്ന മുള്ളുകൾ, കൊളുത്തുകൾ അവരെ പിടിച്ചു വലിക്കുക. അങ്ങനെ ഒരുവിധം അങ്ങനെ അപ്പുറത്തേക്ക് അവർ എത്തും മുഅ്മിനീകളാണെങ്കിൽ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം നേരെ താഴേക്ക് നരകത്തിലേക്ക് പതിക്കും. സഹോദരങ്ങളെ, ഇത് എല്ലാവരും കണ്ടുമുട്ടേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അല്ലാഹു പറയുകയാണ്, ആ നരകത്തിന്റെ, ആ സിറാത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണത്. ആ സിറാത്തിന്റെ വക്കിൽ, ആ നരകത്തിന്റെ വക്കിൽ എല്ലാവരും വരും. ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا. അല്ലാഹു പറയുകയാണ്, അവിടെ തഖ്വ പാലിച്ച ആളുകളെയാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തുക. وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا. അതിക്രമകാരികളായ ആളുകളെ മുട്ടുകുത്തിയ അവസ്ഥയിൽ, അഥവാ നരകത്തിലേക്ക് താഴേക്ക് പതിക്കുന്ന രൂപത്തിൽ അല്ലാഹു കൈയൊഴിയുകയും ചെയ്യും. ഈ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോഴാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കരയുകയുണ്ടായി.
അദ്ദേഹം ചോദിച്ചു, പെണ്ണേ, നീ എന്തിനാണ് ഈ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിലെ ഒരു ആയത്ത് ആലോചിച്ചുകൊണ്ടാണ്, അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ കരയുന്നത്. ഏതാണ് ആയത്ത്? ഈ ആയത്താണ്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അഥവാ പരലോകത്ത് ഈ സിറാത്തിന്റെ നരകത്തിന്റെ വക്കിൽ വരണമല്ലോ എന്നാലോചിച്ച് അദ്ദേഹം കരയുകയായിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യന്റെ അവസാനത്തെ പരീക്ഷണമാണ്. അഥവാ ആ സിറാത്ത് മുറിച്ചു കടക്കലോടുകൂടി ഒരാൾ രക്ഷപ്പെട്ടു, അഥവാ സ്വർഗത്തിൽ പിന്നീട് പ്രതിഫലം ഏറ്റുവാങ്ങുകയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ഈമാനു ബിൽ ജന്നതി വന്നാർ, സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം. ഈ രണ്ട് കാര്യങ്ങളും, സ്വർഗവും നരകവും, സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. നമുക്ക് ഇതിലേതെങ്കിലും ഒന്നാണ് കാണാനുള്ളത്. അള്ളാഹു പറഞ്ഞതുപോലെ ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം കത്തിയെരിയുന്ന നരകത്തിലേക്കും. സുദീർഘമായ ജീവിതമാകുന്ന പരലോകമാകുന്ന ആ യാത്രയുടെ അവസാനമാണത്. അതോടുകൂടി കഴിഞ്ഞു. എല്ലാറ്റിന്റെയും അവസാനം കുറിക്കുന്ന കാര്യമാണ് ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ, ഒന്നല്ലെങ്കിൽ സ്വർഗത്തിൽ, അതല്ലെങ്കിൽ നരകത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഒന്നുമില്ലാതെ ചിന്തിക്കാൻ, പറയാൻ മാത്രം ഒന്നുമില്ലാത്തവരായിക്കൊണ്ട് നമുക്കൊരു കാലം കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല നമ്മെ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പ. പിന്നീട് അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുകയാണ്. ഒരു ഇന്ദ്രിയത്തുള്ളിയായി, പിന്നീടത് രക്തക്കട്ടയായി, പിന്നീട് മാംസകഷ്ണമായി, പിന്നീട് അല്ലാഹു തആല എല്ലുകൾ കൊണ്ട് ആ സൃഷ്ടിപ്പിനെ വീണ്ടും പരിവർത്തിച്ച് അങ്ങനെ അതൊരു മനുഷ്യരൂപത്തിലാവുകയാണ് മാതാവിന്റെ വയറ്റിൽ. 4 മാസം ആവുമ്പോൾ അല്ലാഹു റൂഹ് ഊതുകയാണ്. പിന്നെ ഒരു നിശ്ചിത സമയം 9 മാസം കഴിയുമ്പോൾ മനുഷ്യനായി മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പിന്നീട് അല്ലാഹു നിശ്ചയിച്ച കാലം അത്രയും ദുനിയാവിൽ ജീവിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വാക്കുകൾ, ഒരുപാട് ചെയ്തികൾ, ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് കാലം, ഒരു 80 കൊല്ലം ജീവിച്ച ഒരാൾക്ക് വലിയ വാള്യക്കണക്കിന് പുസ്തകം എഴുതാനുണ്ടാവും. പറഞ്ഞതും ചെയ്തതും കണക്കുകൂട്ടി എഴുതുകയാണെങ്കിൽ അതിനു മാത്രം വലിയ സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിരിക്കുന്നു. ആ യാത്രയുടെ ദുനിയാവിലെ അവസാനം എന്നതാണ് ഇതിന്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. അഥവാ നമ്മൾ മരിക്കുകയാണ്. മനുഷ്യൻ വരുമ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കുമെന്ന അർത്ഥത്തിൽ വന്ന ആ മനുഷ്യൻ പിന്നീട് 2 കൈകളും ഇളക്കിയ രൂപത്തിലാണ്, ഒന്നും ഇല്ലാതെ, ഒന്നും കൊണ്ടുപോവാൻ സാധിക്കാതെ സുദീർഘമായ യാത്ര, ദുനിയാവിലെ യാത്ര ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ആകെ എടുക്കാൻ സാധിച്ചത്, കൊണ്ടുപോവാൻ സാധിച്ചത് കർമ്മങ്ങൾ മാത്രമാണ്. എത്ര കാലമാണോ ജീവിച്ചത്, ആ കാലഘട്ടത്തിൽ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും കൊടുത്തതും വാങ്ങിയതും എടുത്തതും പിടിച്ചതും നടന്നതും കണ്ടതും കേട്ടതും ഇതൊക്കെ ഇതാണ് ആകെ കൈകളിൽ ഉണ്ടാവുക. പിന്നീട് ഖബറിലേക്ക് അല്ലാഹു തആല നമ്മെ അയക്കുകയാണ്. ആ ബർസഖി ജീവിതം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക്, അർദുൽ മഹ്ശറിലേക്ക് വരികയാണ്, ചെന്ന് നിൽക്കുകയാണ്. ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, കൈകളിൽ ഒന്നുമില്ലാതെ, അഥവാ ഒന്നുമില്ലാതെ, ഒന്നും കൈകളിലില്ലാതെ,
നേരത്തെ പറഞ്ഞതുപോലെ കർമ്മങ്ങൾ മാത്രം ബാക്കിയാക്കി മനുഷ്യൻ അർദുൽ മഹ്ശറിൽ നിന്നു, അവിടെ വിചാരണ ചെയ്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദീർഘമായ അഥവാ കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന പരന്നുകിടക്കുന്ന ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും യാത്ര അത് അവസാനിക്കുകയാണ്. ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒന്നല്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം. സഹോദരങ്ങളെ, ഇത്രയും കാലം ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. എത്ര കാലം നമ്മൾ ജീവിച്ചു? ഇനി അത്രയും കാലം ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? അത്രയും ആയുസ് ഇനി നമുക്ക് ബാക്കിയുണ്ടോ? നമുക്കറിയില്ല. അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. നോക്കൂ, ചെറിയ മക്കൾ ഇതുപോലെ നമ്മളും ഇരുന്നവരാണ്. ചെറിയ ഒന്നും മനസ്സിലാവാത്ത, പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ലാത്ത, കളിച്ചും ചിരിച്ചും ഒരു ചിന്തകളും ഒന്നുമില്ലാതെ പഠിക്കണം, കളിക്കണം, ചിരിക്കണം. ആ ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞുപോയിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ വളർന്ന് വളർന്ന് നമ്മുടെ ആയുസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ബാധ്യതകൾ കൂടുകയാണ്, ചിന്തകൾ കൂടുകയാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവൻ പോയാൽ പിന്നീട് ഇതാണ് നമുക്ക് കാണാനുള്ളതും കേൾക്കാനുള്ളതും. ഈ പറഞ്ഞതെല്ലാം നമുക്ക് കാണാനുള്ളതാണ്. നമുക്ക് മുന്നേ കടന്നുപോയവർ ഇതിൽ പലതും കണ്ടു കഴിഞ്ഞു. അവരുടെ ബർസഖ്, ഈ ലോകത്ത് ഇതിൽ പലതും കണ്ടു കഴിഞ്ഞു. ഇതുവരെ കാണാത്ത, ദുനിയാവിൽ വെച്ച് കാണാത്ത പലതും കണ്ടു കഴിഞ്ഞു. അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടു, അവരുടെ സംസാരങ്ങൾ കേട്ടു, അവരുടെ നല്ല വർത്തമാനം, അതല്ലെങ്കിൽ അവരുടെ ശിക്ഷ, അവരുടെ അടി, ഇതിലേതെങ്കിലും ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. അതുപോലെ നരകത്തിൽ നിന്നുള്ള തീ, ചൂട്, അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം, സ്വർഗത്തിന്റെ സുഖം, അതുപോലെ നല്ല ശുഭകരമായ ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ അവരോട് കൽപ്പിച്ചു കാണും. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ ഇരിപ്പിടം അല്ലാഹു തആല അവർക്ക് പ്രദർശിപ്പിച്ച് കൊടുക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, അൽ ജന്നതു വന്നാർ, സ്വർഗവും നരകവും. അൽ ജന്നതു, സ്വർഗമെന്നാൽ ദാറുൻ നഈം, സുഖങ്ങളുടെ, സുഖാനുഭൂതിയുടെ ഭവനമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും മാത്രമായി ഒരുക്കിവെച്ച സുഖങ്ങളുടെ, സുഖാനുഭൂതിയുടെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഭവനമാണ് ആ സ്വർഗം. നമ്മൾ ഈ പഠിക്കുന്ന ഈമാൻ ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ഏതൊരു പ്രവാചകനാണോ വന്നത് ആ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ അതിമനോഹരമായ ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തു സജ്ദയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബഹിന് പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുൻ. കണ്ണിന് ആനന്ദം ലഭിക്കുന്ന, കൺകുളിർമ ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്, മറച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായി കൊണ്ടാണത്. അല്ലാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖുദ്സിയായ ഹദീസിൽ കാണാം, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ, എന്റെ നല്ലവരായ സാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു പടപ്പിന്റെ, ഒരു സൃഷ്ടിയുടെ ഹൃദയത്തിൽ, ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്,
ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരാൾക്കും എങ്ങനെ വർണ്ണിച്ചാലും എത്ര ചിന്തിച്ചെടുത്താലും ആ സ്വർഗത്തോളം വർണ്ണിക്കാൻ, ആ സ്വർഗത്തെ വർണ്ണിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും സ്വർഗത്തിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല പച്ചപ്പും നല്ല ചില രാജ്യങ്ങൾ, അവിടെയുള്ള കാഴ്ചകളും കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അത് ദുനിയാവാണ്. അത് ദുനിയാവിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം മാത്രമാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. അൽ ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നർത്ഥമുണ്ട്, അഥവാ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുള്ള തോട്ടം. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും സ്വർഗം ഓർമ്മ വരാറുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു സ്വർഗത്തിന്റെ സുഖാനുഭൂതി നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പേരിൽ മാത്രമാണ്. അതല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അതൊക്കെ സഹോദരങ്ങളെ പേരിൽ മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവരും അവരുടെ ഇണകളും, അഥവാ സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകം നൽകുന്ന ഇണകളും ചാരു കസേരയിൽ ഇരുന്ന് അവരിങ്ങനെ അതിന്റെ തണലിൽ ഇരുന്ന് ആസ്വദിക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്കവിടെ കഴിക്കാൻ ഫലവർഗ്ഗങ്ങളുണ്ട്. എന്താണോ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് അവർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല, ഒരിക്കലും തടയപ്പെടുകയില്ല. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഓരോ തവണ അല്ലാഹു ഫലങ്ങൾ, പഴങ്ങൾ നൽകുമ്പോൾ അത് ആദ്യം കഴിച്ചത് തന്നെയല്ലേ, അതിനോട് സാദൃശ്യമുള്ള രൂപത്തിലാണ് അവിടെയുള്ള ആളുകൾക്ക് ഓർമ്മപ്പെടുക. അല്ലാഹു പറഞ്ഞു, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്കവിടെ റിസ്ഖുണ്ട്, ഭക്ഷണമുണ്ട്. അതുപോലെ അല്ലാഹു പറഞ്ഞു, അവിടെ തേനിന്റെ, അതുപോലെ തന്നെ മദ്യത്തിന്റെ ലഹരിയില്ലാത്ത, മത്തുപിടിക്കാത്ത, ഭ്രാന്താവാത്ത, ആളുകളുടെ ബുദ്ധി മറഞ്ഞു പോവാത്ത ആസ്വാദകരമായ മദ്യത്തിന്റെ പുഴയുണ്ട്. നല്ല സംശുദ്ധമായ വെള്ളത്തിന്റെ, ഒരു കലർപ്പുമില്ലാത്ത വെള്ളത്തിന്റെ അരുവിയുണ്ട്, പുഴയുണ്ട്. അതിലേക്കാൾ എല്ലാം അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇണകൾ, പഴങ്ങൾ, വർഗങ്ങൾ, ഫലവർഗങ്ങൾ, കൊട്ടാരം, ഏറ്റവും അവസാനം കയറുന്ന ആളുകൾക്ക് വരെ ദുനിയാവും അതിന്റെ പത്തിരട്ടിയുമാണ്. ഇങ്ങനെ എല്ലാം സ്വർഗത്തിലുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഈ സ്വർഗീയ ഭവനത്തിൽ ഏറ്റവും മുന്തിയത്, ഏറ്റവും ഉത്തമമായത് വുജൂഹുൻ യൗമഇദിൻ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. തങ്ങളുടെ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവർ. അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ആ സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് റബ്ബിനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അള്ളാഹുവിനെ കൺകുളിർക്കെ കാണുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. അതാണ് ഏറ്റവും വലിയ സുഖം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മറ്റുള്ള എല്ലാ സുഖങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് പൊതുവെ ആളുകൾ ചെയ്യാറുള്ളത്. എന്നാൽ ഈ പറഞ്ഞ കാര്യം എന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞ അവന്റെ ഔലിയാക്കന്മാർക്ക്, നബിമാർക്ക്, വലിയ പദവിയിലുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിനെ കാണണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ച് അങ്ങനെ സ്വർഗം നേടാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ചുരുക്കി പറഞ്ഞാൽ സ്വർഗം. അതേപോലെ നരകം, ആ നരകം എന്നത് കാഫിറുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. അതുപോലെ തന്നെ തിന്മകൾ ചെയ്ത പാപികളായ ആളുകൾക്ക് വേണ്ടിയിട്ടും അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് നരകം. അള്ളാഹു റബ്ബുൽ ആലമീൻ നരകത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ധാരാളക്കണക്കിനാണ്. അള്ളാഹു പറഞ്ഞു, വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, അല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് ഒരുക്കി വെച്ച നരകം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച ആളുകൾ, അവർക്ക് അള്ളാഹു കത്തിയെരിയുന്ന നരകം ഉണ്ട് എന്ന് പറഞ്ഞു.
കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. ഓരോ തവണ അവരുടെ തൊലി കത്തിയെരിയുമ്പോൾ വീണ്ടും അടുത്ത തൊലി നൽകും, ആ ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി. അതുപോലെ സഹോദരങ്ങളെ, അവിടെയുള്ള കുടിനീര്, പാനീയം, ഭക്ഷണം, വലിയ അഗാധ ഗർത്തങ്ങൾ, വലിയ കുഴി, ശിക്ഷയുടെ താഴ്വരകൾ, ഇങ്ങനെ പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ രണ്ട് കാര്യങ്ങളാണ് സ്വർഗവും നരകവും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈമാനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 3 കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന് ഉയർത്തെഴുന്നേൽപ്പാണ്, രണ്ടാമത്തേത് വിചാരണയും പ്രതിഫലവുമാണ്, മൂന്നാമത്തേത് സ്വർഗവും നരകവുമാണ്. സഹോദരങ്ങളെ, ഈ ഈമാൻ, യൗമുൽ ആഖിറിലുള്ള വിശ്വാസം നമുക്ക് ചില ഗുണം നൽകും. അഥവാ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽപ്പെട്ടതാണ്. ഖൈറിന് അത് നമ്മെ പ്രേരിപ്പിക്കും. നന്മകൾ ചെയ്യാൻ ഈ ഈമാൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? പരലോകത്തേക്ക് വേണ്ടിയാണ്. ഈ ഈമാൻ മനസ്സിൽ ഉറച്ചാൽ മാത്രമേ നമുക്ക് സൽക്കർമ്മങ്ങൾ പ്രതിഫലേച്ഛയോടുകൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയപ്പാട് തോന്നുക. സഹോദരങ്ങളെ, ഈ പരലോകം ഓർത്താലാണ്, ചെറുതാവട്ടെ വലുതാവട്ടെ, തിന്മകളിലേക്ക് നമ്മുടെ മനസ്സ് മന്ത്രിക്കുമ്പോൾ, അതിലേക്ക് ചായ്വ് തോന്നുമ്പോൾ, നാളെ ഈ പറഞ്ഞതൊക്കെ ഞാൻ കാണേണ്ടതാണ്, ഇവിടെ ചെന്ന് നിൽക്കേണ്ടതാണ്, വിചാരണയുണ്ട്, ഇങ്ങനെ സ്വർഗം നരകമുണ്ട് എന്നത് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നന്നാവാനും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അത് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതോർത്ത് സങ്കടപ്പെടുകയില്ല, അതല്ലെങ്കിൽ ജീവനൊടുക്കുകയില്ല, എന്തെങ്കിലും കടുകൈ ചെയ്യുകയില്ല. മറിച്ച് ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും കൂടുതൽ ഇസ്തിഗ്ഫാറോടുകൂടി തൗബയോടുകൂടി അങ്ങനെ ജീവിതം നന്നാക്കാനും നമുക്ക് അതുകൊണ്ട് സാധിക്കും എന്നിങ്ങനെയുള്ള ചില ഗുണങ്ങൾ പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെയും നിങ്ങളെയും ചേർക്കുമാറാവട്ടെ, പ്രവേശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.